നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താലയിൽ രാസലഹരിയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. ആലൂർ സ്വദേശി ആലോട്ടുവളപ്പിൽ വീട്ടിൽ അനീഷിനെയാണ് തൃത്താല എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. മെത്താഫിറ്റമിൻ ഇനത്തിൽപ്പെട്ട 0.385 ഗ്രാം ലഹരി വസ്തുവാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ഗ്രാമിന് 1000 രൂപയോളം ഈടാക്കിയാണ് ഇയാൾ ആവശ്യക്കാർക്ക് മയക്കുമരുന്ന് എത്തിച്ചിരുന്നതെന്ന് എക്സൈസ് വ്യക്തമാക്കി. ആലൂർ, ചുറ്റുപുറം മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയൊരു ലഹരി മാഫിയ തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതായാണ് എക്സൈസിന് ലഭിച്ച സൂചന. ചിറ്റപ്പുറം ഭാഗത്ത് വെച്ച് കഴിഞ്ഞ ദിവസം രാത്രി അതീവ സാഹസികമായാണ് പ്രതിയെ എക്സൈസ് സംഘം വലയിലാക്കിയത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് തൃത്താല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമൺ അറിയിച്ചു. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തണ്ടർ വഴി കഴിഞ്ഞ 15 ദിവസത്തിനിടെ വലിയ രീതിയിലുള്ള വേട്ടയാണ് തൃത്താലയിൽ നടന്നത്. 17 അബ്കാരി കേസുകളിലായി 5 ലിറ്റർ ചാരായം, 36 ലിറ്റർ വാഷ്, 25 ലിറ്റർ വിദേശ മദ്യം എന്നിവയും 9ഓളം NDPS കേസുകളിലായി 30 ഗ്രാം കഞ്ചാവും ഒരു കഞ്ചാവ് ചെടിയും എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് പി സുഭാഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനസ് മുഹമ്മദ്, അനീഷ്, അശ്വന്ത് എന്നിവരും പ്രതിയെ പിടികൂടിയ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃത്താലയിൽ കഞ്ചാവ് വലിക്കുന്നതിനിടെ 2 പേരെ പോലീസ് പിടികൂടി. വെള്ളിയാങ്കല്ല് ഭാരതപ്പുഴയോരത്ത് കഞ്ചാവ് വലിക്കാനെത്തിയവരായിരുന്നു ഇരുവരും. തൃത്താല SI ജെഫിൻ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ യുവാക്കളെ പിടികൂടിയത്. പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തു. ശക്തമായ മഴയിൽ പൂർണ്ണമായും തകർന്ന കൂടല്ലൂർ ജാറം റോഡ് VT ബൽറാം MLA സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് കൂടല്ലൂർ ജാറം ഭാഗത്തെ 2 റോഡുകൾ മണ്ണിടിഞ്ഞ് തകർന്നത്. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. കാലവർഷം കനക്കുമ്പോൾ പുഴയുടെ തീരം ഇടിയുന്ന ഭീതിയോടെയാണ് പുഴയോരത്ത് താമസിക്കുന്നവർ കഴിയുന്നത്. ഇതിനൊരു പരിഹാരം ഉടനെ കാണണമെന്ന് നാട്ടുകാർ MLAയോട് ആവശ്യപ്പെട്ടു. അടിയന്തരമായി റോഡ് ഗതാഗതം യോഗ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ MLA ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. പുഴയുടെ തീരം ഇടിയുന്നതിന് പരിഹാരമായി കൂട്ടക്കടവ് റെഗുലേറ്റർ മുതൽ ജാറം കടവ് വരെ ഗാബിയോൺ മതിൽ നിർമ്മിച്ച് തീരം സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് MLA ഉറപ്പ് നൽകി. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് 4ാം വാർഡ് മെമ്പർ ഷീബ പുളിക്കൽ MLAക്ക് നിവേദനം നൽകി. എത്രയും പെട്ടെന്ന് പണി ആരംഭിക്കാൻ ബന്ധപ്പെട്ട ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക ടീച്ചർ, വാർഡ് മെമ്പർമാരായ ഷീബ പുളിക്കൽ, സുനിത, മനോജ് എന്നിവരും MLAയോടൊപ്പം സ്ഥലം സന്ദർശിച്ചു. സലീം കൂടല്ലൂർ, T സാലിഹ്, CK അക്ബർ, സുലൈമാൻ, നൌഷാദ്, അഫ്സൽ, ഷമീർ, താഹിർ, ഷാജി എന്നിവരും പങ്കെടുത്തു. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം പഞ്ചായത്ത് മെമ്പർ ഷീബ അതുമായി ബന്ധപ്പെട്ടൊരു നിവേദനം നൽകിയിട്ടുണ്ട്. അത് ഇറിഗേഷൻ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് അടിയന്തര നടപടിക്ക് വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ട് കൈമാറിയിട്ടുണ്ട്. നമ്മൾ തൽക്കാലത്തേക്ക് ഈ സീസൺ അപകടരഹിതമായി കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള റിപ്പയർ വർക്ക്സാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമ്മൾ സാധ്യത പരിശോധിക്കുന്നത് കൂട്ടക്കടവ് റെഗുലേറ്റർ മുതലുള്ള പ്രദേശം അത് ഗാബിയോൺ വാള് ചെയ്ത് ഒരു 100-400 മീറ്ററോളം ഉണ്ട് ഈ പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഫണ്ട് വേണ്ടി വരും. അതിനുവേണ്ടി ഗവൺമെൻറ്റിനെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സീസണിൽ കൂടുതൽ അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര ഇടപെടലാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചങ്ങരംകുളത്ത് ചാർജ് ചെയ്യാൻ വെച്ച ലാപ്ടോപ്പിന് തീപിടിച്ച് ഗൃഹോപകരണങ്ങളടക്കം കത്തി നശിച്ചു. വീടിന്റെ ചുമരുകൾ കരിപിടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ചങ്ങരംകുളം എറവാംകുന്ന് താമസിക്കുന്ന ഷൗക്കത്തിന്റെ വീട്ടിലാണ് സംഭവം. റൂമിനകത്ത് ചാർജ് ചെയ്യാൻ വെച്ച ഡെൽ ക്രോംബുക്ക് ലാപ്ടോപ്പിൽ നിന്ന് പുക വരുന്നത് കണ്ട് ആശങ്കയിലായ ഷൗക്കത്ത് വാതിൽ പുറത്തുനിന്ന് അടച്ചെങ്കിലും നിമിഷങ്ങൾക്കകം മുറി മുഴുവൻ പുക നിറഞ്ഞു. മോട്ടോറടിച്ച് വെള്ളം ചീറ്റി തീ കെടുത്തിയെങ്കിലും മുറിയിലുണ്ടായിരുന്ന സകലതും കത്തി നശിച്ചിരുന്നു. വീടിന്റെ ചുമരുകൾ കരിവീണ് കറുത്തിരുളുകയും ചെയ്തു. കട്ടിൽ, ബെഡ്, അലമാര, വസ്ത്രങ്ങൾ, ഫാൻ, ലൈറ്റുകൾ, സ്വിച്ച് ബോർഡ് അടക്കം കത്തി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചെങ്കിലും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. അവിടുന്ന് എവിടുന്നൊക്കെ വെള്ളമൊക്കെ ഒപ്പിച്ച് ബെഡ് അണച്ച് ബെഡ് എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോഴേക്കും ജനൽ ചില്ലകളും കട്ടലും ഡ്രസ്സുകളും ഒക്കെ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്.
പിന്നെ ഈ ലാപ്ടോപ്പും മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കിടക്കുമ്പോഴും ഒക്കെ ബെഡിൽ വെച്ച് ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളൊക്കെ വീടുകളിലേക്ക് വരുമ്പോഴാണ് നമ്മളിത് വളരെ ഇതായിരിക്കും. പിന്നെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. എല്ലാവർക്കും ഇത് നല്ലൊരു മെസ്സേജ് ആവട്ടെ എന്ന് വിചാരിക്കണം. പട്ടാമ്പിയിൽ കോൺട്രാക്ടർമാർക്കെതിരെ പ്രതിഷേധവുമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ മർദ്ദിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു ഇവർ പട്ടാമ്പി പോലീസ് സ്റ്റേഷന് മുമ്പിൽ തടിച്ചുകൂടിയത്. തിങ്കളാഴ്ച രാവിലെയാണ് പട്ടാമ്പി ടൗണിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയത്. വേതനവുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർമാരുടെ ഭാഗത്തുനിന്നുള്ള നടപടികളിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ രംഗത്തെത്തിയത്. അർഹമായ കൂലി നൽകുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവരുടെ പ്രതിഷേധം. ഇതിനിടെ ചില കോൺട്രാക്ടർമാർ ഇവരെ മർദ്ദിച്ചെന്നും ആരോപണമുണ്ട്. எல்லாருக்கும் தள்ளினா பணிக்கு போக வேண்டாம். நீங்க கூலி ஜாஸ்தி பண்ணு அவரு நாவலான கோழிக்கு பண்ணல. அவரை ஃபர்ஸ்ட்ல அவரை 1800 கொடுக்கணும். இப்போ அப்ப ஃபர்ஸ்ட்ல பண்ணோம் 1300 1000 கூலி 900 சாதா சப்பல் கொண்டோம். இப்போ 1300 குறுக்கி இப்போ நம்மளுக்கு തല്ലനാ പണിക്ക് പോണ പണി വേണ്ട നിങ്ങൾ നാട്ടിക്ക് പോയിച്ച് അടിച്ചങ്ങ വെല്ല 10 ആളെ ഉണ്ട് അവിടെ. തുടർന്നാണ് ഇവർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പട്ടാമ്പി പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചു കൂടിയത്. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും അറിയാൻ കഴിഞ്ഞത്. கேஸ் விலை ஏறியது சேஷமே விலை இந்த பிரச்சனை போயிட்டு இருக்கு சேட்டா. இது என்னன்னா ரூம் வாடகை 3000 2500 போகுது. ஒரு இட்லிக்கு 15 ரூபா, ஒரு சாயாக்கு 15 ரூபா, 12 ரூபா. பஸ் பேருக்கு 10 ரூபா இருந்தது 15 ரூபா போடுது. லேபர் கூலி வந்து பெண்ணாள் இப்ப 1000 ரூபாய் ஆனாலும் 1100 ரூபாய் வச்சு வாங்குது. அவளை பணி சைட்ல எல்லாம் எந்த ஒரு பிரச்சனையும் இல்ல. இவட வந்து கான்ட்ராக்டுக்காரு எங்களுக்கு முதலாவணும் இல்லையா, நீங்க இத்தனை கூலி மேடிச்சா நாங்களுக்கு கொடுக்கணும் இல்லையா, எங்களுக்கு லாபம் இல்ல, நீங்க பணிக்கு போக கூடாதுன்னு இன்னும் பிரச்சனை. அப்ப இந்திக்காரெல்லாம் ചോദിച്ചപ്പോ ഇന്ത്യക്കാരനെ തല്ലി. ഞങ്ങൾ പണിക്ക് പോണ പയ്യ എടുത്ത് വീസി എറിയുന്നുണ്ട്. പണിക്ക് പോകാണ്ട പറയുന്നുണ്ട്. ചോദിച്ചാ ഞങ്ങള് തള്ള പറയുന്നുണ്ട്. എല്ലാരും ഇത് പറഞ്ഞത് ഡോളർ മാറ്റ കച്ചവടത്തിൽ പങ്കാളിയായ വിളയൂർ പഞ്ചായത്ത് അംഗം ടി.പി. റാഫി മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. CPM ഏരിയ സെക്രട്ടറി ടി. ഗോപാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗിനായി ഇന്ത്യൻ രൂപ ഡോളറാക്കി മാറ്റാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിലെ പരാതിക്കാരിൽ ഉൾപ്പെട്ട വിളയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കോൺഗ്രസിലെ ടി.പി. റാഫി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ വെളിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വെളിയൂർ സെന്ററിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ കള്ളപ്പണ ഇടപാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുറന്നിരുന്ന സമരം CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളിൽ ഒരാൾ കൊള്ളപ്പണക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, മറ്റൊരാൾ അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നവനാണ്, മറ്റൊരാൾ ഗൾഫിൽ നിന്ന് ആളുകൾ മുട്ടിപ്പോകുന്ന ആളാണ്. ഇതെല്ലാം പറഞ്ഞതാ. പക്ഷെ പണത്തിന്റെ കൊഴുപ്പിൽ ഇത് ജയിച്ചു കയറി. ഇപ്പോ ഞങ്ങളിവിടെ നടത്തുന്ന സമരം എന്താ പ്രണവ് സൂചിപ്പിച്ചല്ലോ, ആളുകൾ ചുരുക്കിച്ചാൽ ആളുകൾ കൊണ്ടുപോകുക. ഇത് തൃപ്രയാറിൽ വെച്ച് ഡോളർ പൊട്ടിച്ചതുമായി മാത്രം ബന്ധപ്പെട്ട സമരമല്ല, അതല്ല ഞങ്ങളുടെ വിഷയം. തൃപ്രയാറിൽ വെച്ച് ഡോളർ കൈമാറ്റത്തിന് വേണ്ടി ഇവിടെ പഞ്ചായത്ത് മെമ്പറും ബന്ധപ്പെട്ട ആളുകളും പോയ സംഭവം മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നം. അത് നിമിത്തമാണ്, അത് നിമിത്തം മാത്രമാണ്. അല്ലെങ്കിൽ നോക്ക്, എന്തിനാണ് ഈ മുഹമ്മദ് റാഫിക്ക് ഡോളർ നിയമാനുസരണം അല്ലല്ലോ ഡോളർ വാങ്ങുന്ന കള്ളക്കടത്താണല്ലോ. എന്തിനാ ഡോളർ? ആ ചോദ്യമാണ് പ്രസക്തമായ ചോദ്യം. ആ ചോദ്യം അങ്ങനെ അന്വേഷിച്ചു പോയാൽ പല കാര്യങ്ങളും പുറത്തു വരും. ഇത് മാത്രമല്ല, ഇവിടെ വർഷങ്ങളായി ഈ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ UDFന്റെ ഉന്നതരായ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപെടൽ നടത്തുന്നത് ലോകം ആകെ പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തിരിമറികളും
മറ്റു മഹാബാലയേക്കാൾ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അറിയാഞ്ഞിട്ടല്ല ഒരാള് ഇവിടെ ഈ മെമ്പർ ചെയ്യുന്നത് പല പാവപ്പെട്ട ആളുകൾ, പല കുട്ടികൾ, ആ കുട്ടികളൊക്കെ ഡിവൈഎഫ്ഐ കൊപ്പം ബ്ലോക്ക് സെക്രട്ടറി എം എൻ സുദീപ്, CPM ഏരിയ കമ്മിറ്റി അംഗം ടി ഷാജി, KV ഗംഗാധരൻ, K മണികണ്ഠൻ, P വിനീത്, M പ്രണവ്, NK മുഹമ്മദ് റാഫി, K ഗോപാലകൃഷ്ണൻ, MK ബേബി ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മധുപ്പള്ളി പെരിങ്ങോട് സഹൃദയ വായനശാല സഹൃദയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ആദരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് TV നിഷ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് C മൂസ പെരിങ്ങോട് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ TU ഉദയൻ, CP ഫർഹത്ത്, സാഹിറ സുലൈമാൻ എന്നിവർ മുഖ്യാതിഥികളായി. EV മുഹമ്മദ്, മനോജ്, കലാമണ്ഡലം ചന്ദ്രൻ, O രാജൻ, അക്ഷരലക്ഷ്മി, PV ശിവാനി, ലൈബ്രറിയൻ P രാജി എന്നിവർ സംസാരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് 11, 12 വാർഡുകളിലെയും തിരുമിറ്റക്കോട് പഞ്ചായത്ത് 16-ാം വാർഡിലെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. ഇംഗ്ലീഷ് ഭാഷയിൽ 2 ജീവചരിത്ര പുസ്തകങ്ങൾ രചിച്ച NP ജനാർദ്ദന പിഷാരടി സ്വന്തം കൈപ്പടയിൽ 193 രാജ്യങ്ങളുടെ പതാകകൾ വരച്ച് തയ്യാറാക്കി അംഗീകാരം നേടിയ ഡോക്ടർ സന ഷാഫി, 18 വയസ്സിൽ കേന്ദ്ര സുരക്ഷാ സേനയിൽ നിയമനം ലഭിച്ച MS അഭിനവ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മധുരിക്കും വിജയം 2026 പരിപാടി സംഘടിപ്പിച്ചു. ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി മുഖ്യാതിഥിയായി. ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ അജയൻ ചാലിശ്ശേരിയെയും 7ാമത് സീനിയർ നാഷണൽ സെസ്റ്റോബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിൽ ഇടം നേടിയ GCC ക്ലബ് താരം ലബീബിനെയും അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പൊളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗങ്ങളായ A വിജയൻ, ആനി വിനു, സജീഷ് കളത്തിൽ, ക്ലബ് രക്ഷാധികാരി ബാബു നാസർ, വൈസ് പ്രസിഡന്റ് CB മണികണ്ഠൻ, ട്രഷറർ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അജയൻ ചാലിശ്ശേരി അനുമോദിച്ചു. പരിപാടിക്ക് ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഹമീദ് തുറക്കൽ നന്ദിയും പറഞ്ഞു. കലാകായിക രംഗത്ത് മികവ് തെളിയിച്ച പ്രതിഭകളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. GCC ക്ലബിനെ അഭിനന്ദിക്കുകയാണ്. എന്തായാലും ഇത്ര ഒരു പരിപാടിയിൽ SLC പ്ലസ് 2 ജയിച്ച വിദ്യാർത്ഥികൾ ഇതൊരു വിജയം മാത്രം കണക്കിലെടുക്കാതെ നമ്മൾ ഉന്നത വിജയങ്ങൾക്ക് എത്താനും അതേപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയിട്ടാണ് അവരുടെ കാലങ്ങളിൽ തന്നെ അവര് മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുക. നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, നമ്മൾ എവിടെ എത്തണം എന്ന് വിചാരിക്കേണ്ടത്, അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എന്നെങ്കിലും ഒരു ദിവസം ആ സ്ഥലത്തേക്ക് സ്പോട്ടിലേക്ക് എത്തും, ഉറപ്പാണ്. ഓക്കെ. സാക്ഷരതാ മിഷനിലൂടെ പഠനം പൂർത്തിയാക്കിയവരുടെ സംഗമത്തിന് പട്ടാമ്പി വേദിയാകുന്നു. ഓഗസ്റ്റ് 30-നാണ് സംഗമം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പിയിൽ സാക്ഷരതാ മിഷനിലൂടെ 2006 മുതൽ 2026 വരെ പഠനം പൂർത്തിയാക്കിയ പഠിതാക്കളെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് അക്ഷരസംഗമം എന്ന പേരിൽ സംഗമം ഒരുക്കുന്നത്. ഓഗസ്റ്റ് 30-ന് ഞായറാഴ്ച പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സംഗമം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ തന്നെ ആദ്യമായായിരിക്കും 2 പതിറ്റാണ്ട് കാലയളവിൽ സാക്ഷരതാ മിഷനിലൂടെ പഠിച്ച ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സംഗമം ഒരുക്കുന്നത്. പഴയ പഠിതാക്കളെയും സാക്ഷരതാ പ്രവർത്തകരെയും വീണ്ടും ഒത്തുചേരലിനെ വേദിയൊരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2006 മുതൽ 2026 വരെയുള്ള ബാച്ചുകളുടെ ഒരു സംഗമത്തെ കുറിച്ചാണ് ആലോചിച്ചത്. അപ്പൊ ഞങ്ങളുടെ കൺവീനറായിട്ടുള്ള ഷാഹുലിന്റെ മണ്ടയിലാണ് ഇതിന്റെ ഒരു ആദ്യ രൂപം ഉണ്ടാവുന്നത്. അപ്പൊ അത് ഞങ്ങളൊക്കെ ഏറ്റെടുത്ത് ഒരു 20 അംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ശ്രമഫലമായിട്ട് പല ബാച്ചുകളിലുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും കുറെ ആളുകളെ ഇതിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പൊ അത് മീഡിയയുടെ സഹായം ഇല്ലാണ്ട് നടക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റ് തന്നെ മെയിനായിട്ട് വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്തരം ഒരു സംഗമം ആദ്യമായിട്ടാവുന്നതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലുള്ളത്. ശരി, അത് അതിന്റെ യഥാർത്ഥം അറിയില്ല. എന്നാലും കൂടി ഇത് വിജയിപ്പിക്കേണ്ടത് പട്ടാമ്പിയിലുള്ള അല്ലെങ്കിൽ പ്രദേശത്തുള്ള ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്. കാരണം ഇതൊരു വിദ്യാഭ്യാസ പ്രവർത്തനം കൂടിയാണ്. അത് പഠിച്ചു പോയ ആളുകളുടെ ഒരു ഉത്തരവാദിത്തത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ അതിന്റെ പ്രേരകന്മാരുടെ പിന്തുണയോടെ
നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ്. സംഗമത്തിനായി 20-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ചെയർമാനായി ബൈജു കുൽക്കല്ലൂരും കൺവീനറായി ഷാഹുൽ അമീദ് പട്ടാമ്പിയുമാണ് പ്രവർത്തിക്കുന്നത്. വേണു പട്ടാമ്പിയാണ് ട്രഷറർ. മറ്റു കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കാലയളവിൽ പഠിച്ച സാക്ഷരതാ പ്രവർത്തകരും പഠിതാക്കളുമെല്ലാം സംഗമത്തിൽ പങ്കാളികളാകണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. പട്ടാമ്പി സെൻട്രലിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള 2006 മുതൽ 2026 വരെയുള്ള പഠിതാക്കളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നിരവധി ഓരോ വർഷം ഓരോ ബാച്ചുകളായിട്ട് പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരുടെയും കോൺടാക്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 7907 01 0004 96 05 03 89 12. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഷാഹുൽ പട്ടാമ്പി, സജീവ് കൊപ്പം, വേണു പട്ടാമ്പി, വിനീത നാരായണൻ, സുരേന്ദ്രൻ ത്രിലാന എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.